രാസവളങ്ങളുടെ തുടർച്ചയായ വിലവർദ്ധനവ് കർഷകരെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണെന്നും ഈ സാഹചര്യം തുടർന്നാൽ പലരും കൃഷി ഉപേക്ഷിക്കേണ്ടി വരുമെന്നും കർഷക കോൺഗ്രസ് കോതമംഗലം നിയോജകമണ്ഡലം നേതൃസംഗമം അഭിപ്രായപ്പെട്ടു. കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി PC ജോർജ് നേതൃസംഗമം ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 3 തവണ രാസവളങ്ങളുടെ വില വർദ്ധിപ്പിച്ചതോടെ ഉൽപ്പാദന ചെലവ് കുത്തനെ ഉയർന്നതായി കർഷക കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാട്ടി. വിവിധ കാരണങ്ങളാൽ ഇതിനകം തന്നെ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കർഷകർ വിലക്കയറ്റം മൂലം കടക്കണിയിലായിരിക്കുകയാണെന്നും യോഗം വിലയിരുത്തി. മുൻ സർക്കാർ കുടിശ്ശികയാക്കിയിരുന്ന കർഷക ആനുകൂല്യങ്ങൾ അധികാരത്തിലെത്തി 2 മാസം പൂർത്തിയാകും മുമ്പ് തന്നെ വിതരണം ചെയ്യാൻ തീരുമാനിച്ച VD സതീശൻ സർക്കാരിന്റെ നടപടിയെ നേതൃസംഗമം അഭിനന്ദിച്ചു. യുവ കർഷക പെൻഷനും കർഷക ഇൻഷുറൻസ് കുടിശ്ശികയും അനുവദിച്ച നടപടിയും യോഗം സ്വാഗതം ചെയ്തു. കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PC ജോർജ് നേതൃസംഗമം ഉദ്ഘാടനം ചെയ്തു. ക്യാൻസർ പേഷ്യന്റ് അടക്കമുള്ള ആളുകൾ, അതുപോലെ കരരോഗം ബാധിച്ച ആളുകൾ, വൃക്കരോഗം ബാധിച്ച ആളുകൾ, അവർക്ക് പെൻഷൻ 1000 രൂപ കൊടുക്കാനുള്ളത് കുടിശ്ശികയായി പോലും ഇട്ടിരുന്ന ആ കുടിശ്ശിക കൊടുത്തു തീർക്കാൻ തീരുമാനിച്ചു എന്നുള്ളത് മാത്രമല്ല. നിയോജക മണ്ഡലം പ്രസിഡന്റ് KE കാസിം യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ PM സിദ്ദിഖ്, MC അയ്യപ്പൻ, ബെന്നി കവളങ്ങാട്, മത്തായി പരണായി, സൈനുദ്ദീൻ മാനിക്കൽ, മാർട്ടിൻ കീഴമാടൻ, രാജൻ താഴത്തോട്ട്, NF തോമസ്, KM അലിയാർ, നിസാർ നെല്ലിമറ്റം, സൽമ പൈമറ്റം തുടങ്ങിയവർ സംസാരിച്ചു. 2026 കർഷക ദിനാചരണത്തിന്റെ ഭാഗമായി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 51 കർഷകരെ ആദരിക്കാനും നേതൃസംഗമം തീരുമാനിച്ചു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.